അഭ്യുദയ, ലീഡർ, ഹിന്ദുസ്ഥാൻ എന്നീ പത്രങ്ങളുടെ എഡിറ്റർ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ വീക്ഷണനും രാഷ്ട്രീയക്കാരനുമായിരുന്നു. അഭ്യുദയ, ലീഡർ, ഹിന്ദുസ്ഥാൻ എന്നീ പത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മിറർ എന്ന പത്രവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? മൻമോഹൻ ഘോഷ്, കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ മിറർ പത്രം ഇന്ത്യയിൽ ദേശീയ അവബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ബ്രഹ്മസമാജത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്ന മൻമോഹൻ ഘോഷും കേശവ് ചന്ദ്ര സെന്നും ഈ പത്രവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഇൻഡിപെൻഡന്റ് എന്ന പത്രം ആരംഭിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു ഒരു പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്താനും ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമായി അദ്ദേഹം 1919 ഇൻഡിപെൻഡന്റ് എന്ന പത്രം തുടങ്ങി. കാൾ എന്ന പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? ശിവറാം മഹാദേവ് പരഞ്ചബെ. ശിവറാം മഹാദേവ് പരഞ്ചബെ ഒരു മറാത്ത എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. 1898 ആരംഭിച്ച കാൾ എന്ന പ്രതിവാര പത്രം ബ്രിട്ടീഷ് നയങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ദേശീയവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മുഹമ്മദ് അലിയുമായി ബന്ധപ്പെട്ട പത്രങ്ങളും ജേണലുകളും ഏതെല്ലാം? കോമ്രേഡ്, ഹംദർദ്. മൗലാന മുഹമ്മദ് അലി ജൌഹർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ നേതാവായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം കോമ്രേഡ്, ഇംഗ്ലീഷ്, ഹംദർദ്, ഉർദു എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. കേസരി, മറാത്തി, മറാത്ത, ഇംഗ്ലീഷ് എന്നീ പത്രങ്ങൾ സ്ഥാപിക്കുകയും ഗീതരഹസ്യം എന്ന കൃതി രചിക്കുകയും ചെയ്തത് ആര്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന നേതാവായിരുന്നു. കേസരി യും മറാത്ത യും അദ്ദേഹത്തിന്റെ ദേശീയവാദ പ്രചാരണത്തിനുള്ള പ്രധാന മാധ്യമങ്ങളായിരുന്നു. ഗീതരഹസ്യം അദ്ദേഹത്തിന്റെ തത്വചിന്താപരമായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന ഒരു പ്രധാന കൃതിയാണ്. അരവിന്ദ് ഘോഷുമായി അരബിന്ദോ ഘോഷ് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഏതെല്ലാം? കർമ്മയോഗി, യുഗാന്തർ, വന്ദേമാതരം, ജേണലുകൾ, പത്രങ്ങൾ, ലൈഫ് ഡിവൈൻ, സാവിത്രി, പുസ്തകങ്ങൾ. അരബിന്ദോ ഘോഷ് ഒരു ഇന്ത്യൻ തത്വചിന്തകനും യോഗിയും കവിയും ദേശീയവാദിയുമായിരുന്നു. കർമ്മയോഗി, യുഗാന്തർ, വന്ദേമാതരം എന്നിവയിലൂടെ ദേശീയവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ലൈഫ് ഡിവൈൻ, സാവിത്രി എന്നിവ അദ്ദേഹത്തിന്റെ ആത്മീയവും തത്വചിന്താപരവുമായ സംഭാവനകളിൽ പ്രധാനപ്പെട്ടവയാണ്. ബംഗാളി എന്ന പത്രത്തിന്റെ എഡിറ്ററും എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന കൃതിയുടെ രചയിതാവും ആരായിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു. ബംഗാളി പത്രത്തിലൂടെ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുകയും ദേശീയവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മകഥയായ എ നേഷൻ ഇൻ മേക്കിംഗ് ആദ്യകാല ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രത്തിന് ഒരു പ്രധാന ഉറവിടമാണ്. ഭവാനി മന്ദിർ രചിച്ചത് ആര്? ഭാരീന്ദ്ര കുമാർ ഘോഷ്. ഭാരീന്ദ്ര കുമാർ ഘോഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയും അരബിന്ദോ ഘോഷിന്റെ സഹോദരനുമായിരുന്നു. 1905 എഴുതിയ ഭവാനി മന്ദിർ വിപ്ലവകാരികൾക്ക് പ്രചോദനം നൽകുകയും മതപരമായ ദേശീയതയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ജേണലുകളും പുസ്തകങ്ങളും ഏതെല്ലാം? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ജേണലുകൾ, ഹിന്ദ് സ്വരാജ്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, പുസ്തകങ്ങൾ. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവും പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്നിവയിലൂടെ തന്റെ തത്വങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ചു. ഹിന്ദ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയെയും പ്രതിഫലിപ്പിക്കുന്നു. ബംഗാളി വാരികയായ സംവാദ് കൗമുദി സ്ഥാപിച്ചത് ആര്? രാജാ റാം മോഹൻ റോയ്. രാജാ റാം മോഹൻ റോയ് 1821 സ്ഥാപിച്ച ബംഗാളി വാരികയാണ് സംവാദ് കൗമുദി. ഇന്ത്യൻ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന അദ്ദേഹത്തിന്റെ പരിഷ്കരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ പ്രസിദ്ധീകരണം പ്രധാന പങ്ക് വഹിച്ചു. സതി നിർത്തലാക്കാനുള്ള പ്രചാരണത്തിലും ഇത് മുൻപന്തിയിലായിരുന്നു.
ബംഗാളി പത്രമായ സോം പ്രകാശ് ആരംഭിച്ചത് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വീക്ഷണനുമായിരുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ 1858-ൽ ആരംഭിച്ച പത്രമാണ് സോം പ്രകാശ്. വിധവ പുനർവിവാഹം ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾക്കായി അദ്ദേഹം ഈ പത്രം ഉപയോഗിച്ചു. സാധാരണ ജനങ്ങളിലേക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ ആശയങ്ങൾ എത്തിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ടായിരുന്നു. അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത് ആര്? ശിശിർ കുമാർ ഘോഷ്. ശിശിർ കുമാർ ഘോഷ് 1868-ൽ ബംഗാളിൽ സ്ഥാപിച്ച ഒരു പ്രമുഖ പത്രമാണ് അമൃത ബസാർ പത്രിക. തുടക്കത്തിൽ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച ഇത് പിന്നീട് അമൃത് ബസാർ പത്രിക നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇംഗ്ലീഷിലേക്ക് മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പത്രം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആനി ബസന്റ് എഡിറ്റ് ചെയ്ത പത്രങ്ങൾ ഏതൊക്കെയാണ്? കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന വ്യക്തിത്വമായിരുന്ന ആനി ബസന്റ് കോമൺവെൽത്ത് 1914, ന്യൂ ഇന്ത്യ 1914 എന്നീ പത്രങ്ങൾ എഡിറ്റ് ചെയ്തു. ഹോം റൂൾ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ ഇവ ഉപയോഗിച്ചു. ഫ്രീ ഹിന്ദുസ്ഥാൻ പ്രസിദ്ധീകരിച്ചത് ആര്? താരാക്ക് നാഥ് ദാസ്. താരാക്ക് നാഥ് ദാസ് 1908-ൽ വടക്കേ അമേരിക്കയിൽ നിന്ന് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി വിദേശത്ത് രൂപീകരിച്ച ആദ്യത്തെ പത്രങ്ങളിലൊന്നാണിത്. ഗദർ പ്രസ്ഥാനവുമായും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായും ഇതിന് ബന്ധമുണ്ടായിരുന്നു. ദി റവല്യൂഷണറി എന്ന കൃതി എഴുതിയത് ആര്? സച്ചിന്ദ്രനാഥ് സന്യാൽ. പ്രമുഖ വിപ്ലവകാരിയായിരുന്ന സച്ചിന്ദ്രനാഥ് സന്യാൽ എഴുതിയ ഒരു പ്രധാന പുസ്തകമാണ് ദി റവല്യൂഷണറി. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇദ്ദേഹം തന്റെ ആശയങ്ങളും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളും ഈ കൃതിയിലൂടെ പ്രചരിപ്പിച്ചു. ഭഗത് സിംഗിനെ പോലുള്ള പല വിപ്ലവകാരികൾക്കും ഇത് പ്രചോദനമായി. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിക്കുകയും രസ്ത ഗോഫ്താർ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തത് ആര്? ദാദാബായ് നവറോജി. ഇന്ത്യൻ ദേശീയതയുടെ വലിയ കാരണവർ എന്ന് അറിയപ്പെടുന്ന ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണം തുറന്നുകാട്ടിയ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതി. സമ്പത്ത് ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. കൂടാതെ അദ്ദേഹം 1851-ൽ പാർസി സമൂഹത്തിനായി രസ്ത ഗോഫ്താർ എന്നൊരു ജേണലും ആരംഭിച്ചു. ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയും ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒരു പ്രധാന പുസ്തകമാണ് ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യൻ വിഭജനത്തിന്റെ കാരണങ്ങൾ, സാഹചര്യങ്ങൾ, അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ പുസ്തകം വിശദമായി പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന രേഖയാണിത്. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ലാലാ ലജ്പത് റായ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന ലാലാ ലജ്പത് റായ് രചിച്ച ഒരു പ്രമുഖ പുസ്തകമാണ് അൺഹാപ്പി ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ തീവ്രവാദ ചിന്താഗതിക്കാരനായ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദോഷങ്ങളും ഇന്ത്യൻ ജനതയുടെ കഷ്ടപ്പാടുകളും ഈ പുസ്തകത്തിൽ വിശദീകരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന രേഖയാണിത്. അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ജേണലുകളും ഏതൊക്കെയാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം, ഗുബാർ എ ഖാദിർ പുസ്തകങ്ങൾ, അൽ ഹിലാൽ ജേണൽ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഗുബാർ എ ഖാദിർ അദ്ദേഹത്തിന്റെ കത്തുകളുടെ സമാഹാരമാണ്. ദേശീയതയും മതസൗഹാർദ്ദവും പ്രചരിപ്പിക്കാൻ അദ്ദേഹം അൽ ഹിലാൽ എന്ന ഉറുദു വാരിക ആരംഭിച്ചു. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, മേരി കഹാനി എന്നീ കൃതികളുടെ രചയിതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന കൃതികളാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, മേരി കഹാനി എന്നിവ.
ഇവയിലൂടെ അദ്ദേഹം ഇന്ത്യയുടെയും ലോകത്തിന്റെയും ചരിത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. ഹിംസ് ഫോർ സെൽഫ് കൾച്ചർ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ലാല ഹർദയാൽ. ഇന്ത്യൻ വിപ്ലവകാരിയും ഗദർ പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളുമായിരുന്ന ലാല ഹർദയാലിന്റെ പ്രധാന കൃതിയാണ് ഹിംസ് ഫോർ സെൽഫ് കൾച്ചർ. അദ്ദേഹത്തിന്റെ ദാർശനികവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യൻ അൺറസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? സർ വാലന്റൈൻ ചിറോൾ. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന സർ വാലന്റൈൻ ചിറോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ പ്രസ്ഥാനങ്ങളെയും അസ്വസ്ഥതകളെയും കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഇന്ത്യൻ അൺറസ്റ്റ്. ഈ പുസ്തകത്തിൽ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ എസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കുകയും അതേ പേരിൽ ഒരു പുസ്തകം രചിക്കുകയും ചെയ്തത് ആര്? ചിത്തരഞ്ജൻ ദാസ്. പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളുമായിരുന്ന ചിത്തരഞ്ജൻ ദാസ് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി. ഇതേ പേരിൽ അദ്ദേഹം ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന കൃതിയുടെ രചയിതാവ് ആര്? വീർ സവർക്കർ. 1857 ശിപ്പായി ലഹളയെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിച്ച് ഈ കൃതി രചിച്ചത് വിനായക് ദാമോദർ സവർക്കറാണ്. ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിൽ ഈ പുസ്തകത്തിന് വലിയ സ്വാധീനമുണ്ട്. രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട പ്രധാന സാഹിത്യകൃതികൾ ഏവ? ഹോം ആൻഡ് ദി വേൾഡ്, നോവൽ, ഗീതാഞ്ജലി, കവിതാസമാഹാരം. ഇന്ത്യൻ സാഹിത്യകാരനും നോബൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ വിശ്വപ്രസിദ്ധമായ കൃതികളാണ് ഹോം ആൻഡ് ദി വേൾഡ് എന്ന നോവലും ഗീതാഞ്ജലി എന്ന കവിതാസമാഹാരവും. ഗീതാഞ്ജലിക്ക് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? ദിനബന്ധു മിത്ര. 1860 ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകം നീലം കർഷകരുടെ ദുരിതങ്ങളും ബ്രിട്ടീഷ് തോട്ടമുടമകളുടെ ക്രൂരതകളും തുറന്നുകാട്ടി. ബംഗാളിലെ നീലം കലാപത്തിന് ഇതൊരു പ്രചോദനമായി വർത്തിച്ചു. പ്രേംചന്ദുമായി ബന്ധപ്പെട്ട പ്രധാന സാഹിത്യകൃതികൾ ഏവ? സോജേ വദൻ, കർമ്മഭൂമി, ശത്രാഞ്ച് കെ കിലാടി. ഹിന്ദി സാഹിത്യത്തിലെ മുന്തിയ എഴുത്തുകാരിൽ ഒരാളായ പ്രേംചന്ദിന്റെ പ്രശസ്തമായ കൃതികളാണ് സോജേ വദൻ, കർമ്മഭൂമി, ശത്രാഞ്ച് കെ കിലാടി എന്നിവ. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും സാധാരണക്കാരുടെ ജീവിതത്തെയും വരച്ചുകാട്ടി. മുഹമ്മദ് ഇക്ബാലുമായി ബന്ധപ്പെട്ട പ്രധാന കവിതാസമാഹാരങ്ങൾ ഏവ? ബാങ്ക് ഇദറ, തരാനേ ഹിന്ദ്. സാരേ ജഹാൻ സേ അച്ഛ എന്ന ഗാനം രചിച്ച പ്രമുഖ കവിയും തത്വചിന്തകനുമായ മുഹമ്മദ് ഇക്ബാലിന്റെ പ്രധാന കവിതാസമാഹാരങ്ങളാണ് ബാങ്ക് ഇദറ യും തരാനേ ഹിന്ദ് ഉം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശീയ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഭാരത ഭാരതി എന്ന കൃതിയുടെ രചയിതാവ് ആര്? മൈഥിലി ശരൺ ഗുപ്ത്. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയും രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് മൈഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കാവ്യഗ്രന്ഥമാണ് ഭാരത ഭാരതി. ഇത് ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഭാരതദുർദശ എന്ന കൃതി രചിച്ചത് ആര്? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രധാന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാരതദുർദശ എന്ന നാടകം ഇന്ത്യയുടെ അക്കാലത്തെ ദയനീയാവസ്ഥ വരച്ചുകാട്ടുന്നു. അദ്ദേഹത്തെ ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാവ് എന്നും വിശേഷിപ്പിക്കുന്നു. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രചിച്ചത് ആര്? ബി. പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായിരുന്ന ബി. പട്ടാഭി സീതാരാമയ്യയാണ് ഈ പുസ്തകം രചിച്ചത്. കോൺഗ്രസിന്റെ രൂപീകരണം മുതൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വരെയുള്ള പ്രധാന സംഭവങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്ര പഠനത്തിന് ഈ കൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യാർത്ഥ് പ്രകാശ് രചിച്ചത് ആര്? ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ് പ്രകാശ് എന്ന ഗ്രന്ഥം രചിച്ചത്.
വേദങ്ങളുടെ യഥാർത്ഥ അർത്ഥങ്ങളെക്കുറിച്ചും സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ കൃതിയിൽ വിശദീകരിക്കുന്നു. ഹിന്ദി ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി രചിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും നേതാവുമായ സുഭാഷ് ചന്ദ്രബോസാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത്. 1920-നും 1942-നും ഇടയിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ കൃതിയിൽ വിശദീകരിക്കുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്ര പഠനത്തിന് ഇത് ഒരു പ്രധാന രേഖയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായി ബന്ധപ്പെട്ട നോവലുകൾ ഏവ? ആനന്ദമഠം, ദേവി ചൗധുറാണി എന്നിവ. പ്രശസ്ത ബംഗാളി നോവലിസ്റ്റും കവിയുമായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തത്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ദേവി ചൗധുറാണിയും അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ ചരിത്ര നോവലാണ്. ബന്ദി ജീവൻ എന്ന കൃതി രചിച്ചത് ആര്? സജീന്ദ്രനാഥ് സന്യാൽ. ഇന്ത്യൻ വിപ്ലവകാരിയും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സ്ഥാപകരിൽ ഒരാളുമായ സജീന്ദ്രനാഥ് സന്യാലാണ് ബന്ദി ജീവൻ രചിച്ചത്. വിപ്ലവ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ ഈ പുസ്തകം ഒരു പ്രധാന പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ കൃതി സഹായകമാണ്. ക്ഷാമം തടയുന്നതിനായി 1878-ൽ ലോർഡ് ലിറ്റണിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏത്? സ്ട്രാച്ചി കമ്മീഷൻ, ഒന്നാം ക്ഷാമ കമ്മീഷൻ. 1876 മുതൽ 78 വരെ കാലഘട്ടത്തിലെ കടുത്ത ക്ഷാമത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലോർഡ് ലിറ്റൺ വൈസ്രോയി ആയിരിക്കെ സർ റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിൽ ഈ കമ്മീഷൻ രൂപീകരിച്ചു. ക്ഷാമം തടയുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള ശുപാർശകൾ ഈ കമ്മീഷൻ മുന്നോട്ടുവച്ചു. ഇത് പിന്നീട് ക്ഷാമ കോഡുകൾക്ക് രൂപം നൽകുന്നതിന് കാരണമായി. വിദ്യാഭ്യാസത്തിന്റെ വികസനം അവലോകനം ചെയ്യുന്നതിനായി 1882-ൽ ലോർഡ് റിപ്പണിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ലോർഡ് റിപ്പൺ 1854-ലെ വുഡ്സ് ഡിസ്പാച്ചിന് ശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിൽ ഈ കമ്മീഷനെ നിയമിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക ഭാഷകളിലുള്ള പഠനം ശക്തിപ്പെടുത്തുന്നതിനും ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. പൊതുസേവനങ്ങളിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി നൽകുന്നതിനുള്ള പദ്ധതി ശുപാർശ ചെയ്യുന്നതിനായി 1886-ൽ ലോർഡ് ഡഫറിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏത്? എയിച്ചിസൺ കമ്മീഷൻ. ലോർഡ് ഡഫറിൻ വൈസ്രോയി ആയിരിക്കെ പൊതുസേവനങ്ങളിലെ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സർ ചാൾസ് എയിച്ചിസണിന്റെ നേതൃത്വത്തിൽ ഈ കമ്മീഷനെ നിയമിച്ചു. സിവിൽ സർവീസിലെ ഉയർന്ന തസ്തികകളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനുള്ള ശുപാർശകൾ ഈ കമ്മീഷൻ സമർപ്പിച്ചു. ഇത് സിലക്ട്, നോൺ സിലക്ട് സർവീസുകൾ നിർത്തലാക്കാനും സിവിൽ സർവീസിനെ സാമ്രാജ്യത്വ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിക്കാനും ശുപാർശ ചെയ്തു. കറുപ്പ് ഉപയോഗം അന്വേഷിക്കുന്നതിനായി 1893-ൽ ലോർഡ് ലാൻസ്ഡൌണിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏത്? കറുപ്പ് കമ്മീഷൻ, ഓപ്പിയം കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കറുപ്പ് ഉപയോഗത്തിന്റെയും വ്യാപാരത്തിന്റെയും വ്യാപ്തിയും പ്രത്യാഘാതങ്ങളും അന്വേഷിക്കുന്നതിനായി ലോർഡ് ലാൻസ്ഡൌൺ വൈസ്രോയി ആയിരിക്കെ ഈ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. കറുപ്പ് ഉപയോഗം ക്രമാതീതമല്ലെന്നും വലിയ ദോഷകരമായ സ്വാധീനങ്ങളില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് അക്കാലത്ത് വലിയ വിമർശനങ്ങൾ നേരിട്ടു. 1893-ൽ ലോർഡ് ലാൻസ്ഡൌണിന്റെ കീഴിൽ ടക്സാൽ നാണയം നിർമ്മിക്കുന്ന ശാല സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഹെർഷൽ കമ്മീഷൻ, ഹെർഷൽ കമ്മിറ്റി. ഹെർഷൽ കമ്മീഷൻ 1893-ൽ ലോർഡ് ലാൻസ്ഡൌണിന്റെ ഭരണകാലത്ത് ഇന്ത്യൻ കറൻസി സമ്പ്രദായം, പ്രത്യേകിച്ച് ടക്സാൽ മെന്റ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ചു. ഈ കമ്മീഷൻ ഇന്ത്യൻ ധനകാര്യമേഖലയിൽ പ്രധാനപ്പെട്ട ശുപാർശകൾ നൽകി. ആദ്യ ക്ഷാമ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നതിനായി 1898-ൽ ലോർഡ് എൽഗിന്റെ കീഴിൽ നിയമിച്ച ക്ഷാമ കമ്മീഷൻ ഏതാണ്? രണ്ടാം ക്ഷാമ കമ്മീഷൻ, ജെയിംസ് ലയാൽ കമ്മീഷൻ. 1898-ൽ ലോർഡ് എൽഗിന്റെ ഭരണകാലത്താണ് ജെയിംസ് ലയാൽ കമ്മീഷൻ എന്നറിയപ്പെടുന്ന രണ്ടാം ക്ഷാമ കമ്മീഷൻ നിയമിതമായത്.
ഇത് ആദ്യ ക്ഷാമ കമ്മീഷന്റെ റിപ്പോർട്ട് വിലയിരുത്തുകയും ഇന്ത്യയിലെ ക്ഷാമ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പുതിയ ശുപാർശകൾ നൽകുകയും ചെയ്തു. രണ്ടാം ക്ഷാമ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 1900-ൽ ലോർഡ് കൾസന്റെ കീഴിൽ നിയമിച്ച ക്ഷാമ കമ്മീഷൻ ഏതാണ്? മൂന്നാം ക്ഷാമ കമ്മീഷൻ ആന്റണി മക്ഡൊണാൾഡ് കമ്മീഷൻ. ലോർഡ് കൾസന്റെ ഭരണകാലത്ത് 1900-ൽ രൂപീകരിച്ച മൂന്നാം ക്ഷാമ കമ്മീഷനാണ് ആന്റണി മക്ഡൊണാൾഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ക്ഷാമ പരിഹാര നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള സമഗ്രമായ ശുപാർശകൾ നൽകി. മാർഷൽ ദ്വീപുകളുടെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം മജുറോ, കറൻസി $. മധ്യ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് മാർഷൽ ദ്വീപുകൾ. മജുറോയാണ് ഇതിന്റെ തലസ്ഥാനം. $. ആണ് ഔദ്യോഗിക കറൻസി. ജലസേചനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി 1901-ൽ ലോർഡ് കൾസന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ജലസേചന കമ്മീഷൻ. 1901-ൽ ലോർഡ് കൾസൺ രൂപീകരിച്ച ജലസേചന കമ്മീഷൻ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതിനായുള്ള സാമ്പത്തിക വിനിയോഗത്തിനും ഊന്നൽ നൽകി. ഇത് രാജ്യത്തിന്റെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ സർവകലാശാലകളുടെ അവസ്ഥ അന്വേഷിക്കുന്നതിനായി 1902-ൽ ലോർഡ് കൾസന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? യൂണിവേഴ്സിറ്റി കമ്മീഷൻ, റാലെ കമ്മീഷൻ. ലോർഡ് കൾസൺ 1902-ൽ നിയമിച്ച റാലെ കമ്മീഷൻ ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും പഠിച്ചു. ഈ കമ്മീഷന്റെ ശുപാർശകൾ 1904-ലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ടിന് വഴിയൊരുക്കി. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ കാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പോലീസ് പരിഷ്കാരങ്ങൾക്കായി 1902-ൽ ലോർഡ് കൾസന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഫ്രേസർ കമ്മീഷൻ, പോലീസ് കമ്മീഷൻ. 1902-ൽ ലോർഡ് കൾസൺ രൂപീകരിച്ച ഫ്രേസർ കമ്മീഷൻ, പോലീസ് കമ്മീഷൻ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടു. ഈ കമ്മീഷൻ നൽകിയ ശുപാർശകൾ ഇന്ത്യൻ പോലീസ് സേനയുടെ ഘടനയിലും പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് കിരീടവും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നതിനായി 1927-ൽ ലോർഡ് ഇർവിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ബട്ട്ലർ കമ്മീഷൻ. ലോർഡ് ഇർവിൻ 1927-ൽ നിയമിച്ച ബട്ട്ലർ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് കിരീടവും തമ്മിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പഠിച്ചു. നാട്ടുരാജ്യങ്ങളുടെ അവകാശങ്ങൾ, സംരക്ഷണം, ഭരണപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കമ്മീഷൻ ശുപാർശകൾ നൽകി. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനു മുമ്പുള്ള പ്രധാന ചർച്ചകൾക്ക് വഴിയൊരുക്കി. സിവിൽ സർവീസുകളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിനായി 1912-ൽ ലോർഡ് ഹാർഡിംഗിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഇസ്ലിംഗൺ കമ്മീഷൻ. 1912-ൽ ലോർഡ് ഹാർഡിംഗിന്റെ ഭരണകാലത്ത് രൂപീകരിച്ച ഇസ്ലിംഗൺ കമ്മീഷൻ ഇന്ത്യൻ സിവിൽ സർവീസുകളിൽ തദ്ദേശീയരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു. ഈ കമ്മീഷൻ നൽകിയ ശുപാർശകൾ പിന്നീട് സിവിൽ സർവീസ് പരീക്ഷകളിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനും ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനും സഹായകമായി. കൽക്കട്ട സർവകലാശാലയുടെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി 1917-ൽ ലോർഡ് ചെംസ്ഫോർഡിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ. ലോർഡ് ചെംസ്ഫോർഡ് 1917-ൽ നിയമിച്ച സാഡ്ലർ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൽക്കട്ട സർവകലാശാലയുടെയും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സമഗ്രമായ പഠനത്തിന് നേതൃത്വം നൽകി. ഈ കമ്മീഷൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പരിവർത്തനത്തിലും അധ്യാപക പരിശീലനത്തിലും പ്രധാന ശുപാർശകൾ മുന്നോട്ടുവച്ചു. ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തതും 1924-ൽ ലോർഡ് റീഡിംഗിന്റെ കീഴിൽ നിയമിച്ചതുമായ കമ്മീഷൻ ഏതാണ്? ലീ കമ്മീഷൻ. 1924-ൽ ലോർഡ് റീഡിംഗിന്റെ ഭരണകാലത്ത് രൂപീകരിച്ച ലീ കമ്മീഷൻ ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്തു. ഈ ശുപാർശയെ തുടർന്ന് 1926-ൽ ലീ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു.
ഇത് സിവിൽ സർവീസുകളിലെ നിയമനങ്ങൾക്ക് ഏകീകൃത സ്വഭാവം നൽകി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യാൻ 1927 ലോർഡ് ഇർവിന്റെ കീഴിൽ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ 1927 രൂപീകരിക്കപ്പെടുകയും 1928 ഇന്ത്യയിലെത്തുകയും ചെയ്തു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനവും ഇന്ത്യയുടെ ഭരണഘടനാപരമായ പുരോഗതിയും വിലയിരുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ദൗത്യം. കമ്മീഷനിൽ ഇന്ത്യൻ അംഗങ്ങൾ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 1928 ലോർഡ് ഇർവിന്റെ കീഴിൽ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? ലിൻലിത്ഗോ കമ്മീഷൻ. കാർഷിക റോയൽ കമ്മീഷൻ. ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാണ് 1928 ലിൻലിത്ഗോ കമ്മീഷൻ രൂപീകരിച്ചത്. കൃഷി, മൃഗസംരക്ഷണം, വനങ്ങൾ, മത്സ്യബന്ധനം എന്നിവയുടെ വികസനം, ജലസേചനം, ഗ്രാമീണ ധനകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ കമ്മീഷൻ ശുപാർശകൾ സമർപ്പിച്ചു. ഇത് ഇന്ത്യയുടെ കാർഷിക നയരൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. തൊഴിലാളികളുടെ അവസ്ഥ പരിഗണിക്കുന്നതിനായി 1928 ലോർഡ് ഇർവിന്റെ കീഴിൽ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? വിറ്റ്ലി കമ്മീഷൻ. തൊഴിലാളി റോയൽ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ, വേതനം, താമസ സൗകര്യം, ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ എന്നിവ പഠിക്കാൻ 1928 വിറ്റ്ലി കമ്മീഷൻ നിയമിക്കപ്പെട്ടു. കമ്മീഷൻ 1931 സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ത്യയിലെ തൊഴിൽ നിയമനിർമ്മാണത്തിലും തൊഴിലാളി ക്ഷേമത്തിലും സുപ്രധാന സ്വാധീനം ചെലുത്തി. ഉന്നത മിഷനറി വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിനായി 1929 ലോർഡ് ഇർവിന്റെ കീഴിൽ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? ലിൻഡ്സെ കമ്മീഷൻ. ക്രിസ്ത്യൻ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവിലെ സ്ഥിതിയും ഭാവി വികസനത്തിനുള്ള സാധ്യതകളും പഠിക്കാൻ 1929 ലിൻഡ്സെ കമ്മീഷൻ രൂപീകരിച്ചു. ഈ കമ്മീഷൻ ക്രിസ്ത്യൻ കോളേജുകളുടെ പ്രവർത്തനങ്ങളെയും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള മാർഗങ്ങളെയും കുറിച്ച് വിശദമായ ശുപാർശകൾ നൽകി. തൊഴിലില്ലായ്മ പ്രശ്നം അവലോകനം ചെയ്യുന്നതിനായി 1934 ലോർഡ് വില്ലിംഗണിന്റെ കീഴിൽ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? സപ്രു കമ്മീഷൻ. തൊഴിലില്ലായ്മ അന്വേഷണ സമിതി. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ സാഹചര്യത്തിലാണ് 1934 സപ്രു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കമ്മീഷൻ പഠിച്ചു. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിലും തൊഴിൽ നയങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി. യുദ്ധാനന്തര വിദ്യാഭ്യാസ വികസനത്തിനായി 1944 ലോർഡ് വേവലിന്റെ കീഴിൽ നിർദ്ദേശിക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? സാർജന്റ് പ്ലാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് 1944 സാർജന്റ് പ്ലാൻ അവതരിപ്പിച്ചു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം, സാർവത്രിക സാക്ഷരത, സാങ്കേതിക വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ശുപാർശകളായിരുന്നു. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ഒരു രൂപരേഖ നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1885 ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത്? ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ്? ബോംബെ. വോമേഷ് ചന്ദ്ര ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നു. വോമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു ഈ ചരിത്രപരമായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ പങ്കെടുത്ത ഈ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1887 സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? സയ്യിദ് ബദറുദ്ദീൻ തയ്യിബ്ജി. സയ്യിദ് ബദറുദ്ദീൻ തയ്യിബ്ജി 1887 മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റായിരുന്നു അദ്ദേഹം. എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഒരു വിശാലമായ അടിത്തറ നൽകുന്നതിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രധാന പങ്കുവഹിച്ചു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1888-ലെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ആദ്യ ഇംഗ്ലീഷ് പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് യൂൾ. ജോർജ് യൂൾ 1888-ൽ അലഹബാദിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4ാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ചരിത്രത്തിലെ ആദ്യത്തെ യൂറോപ്യൻ അഥവാ ഇംഗ്ലീഷ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഒരു ദേശീയ സംഘടനയാണെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പ്രതിനിധികൾക്കും അതിൽ പങ്കുചേരാമെന്നും തെളിയിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് സഹായിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് പി. ആനന്ദചാർലു ദേശീയത കോൺഗ്രസിന്റെ 2ാമത്തെ പേരാണെന്ന് പ്രസ്താവിച്ചത്? 1891-ലെ നാഗ്പൂർ സമ്മേളനം. 1891-ലെ നാഗ്പൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന പി. ആനന്ദചാർലു ദേശീയത എന്നത് കോൺഗ്രസിന്റെ 2ാമത്തെ പേരാണെന്ന് പ്രസ്താവിച്ചു. കോൺഗ്രസിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ത്യയിൽ ദേശീയ വികാരം വളർത്തുകയാണെന്നും വിവിധ മതക്കാർക്കും പ്രാദേശിക വിഭാഗങ്ങൾക്കുമിടയിൽ ഐക്യം സ്ഥാപിക്കുകയാണെന്നും ഈ വാക്കുകൾ അടിവരയിട്ടു. ഇത് കോൺഗ്രസിന്റെ ദേശീയ സ്വഭാവത്തെ എടുത്തുകാണിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്? 1896-ലെ കൽക്കട്ട സമ്മേളനത്തിൽ. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള ഈ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടു. രബീന്ദ്രനാഥ ടാഗോറാണ് ഈ സമ്മേളനത്തിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചത്. കിരിബാത്തിയുടെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം തറാവ, കറൻസി കിരിബാത്തി ഡോളർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ. കിരിബാത്തി പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. തറാവയാണ് ഇതിന്റെ തലസ്ഥാനം. കിരിബാത്തി ഡോളറും ഓസ്ട്രേലിയൻ ഡോളറും ഇവിടെ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി സ്വരാജ് എന്ന വാക്ക് ഉപയോഗിച്ചത് എപ്പോഴാണ്, എവിടെയാണ്, ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1906-ലെ കൽക്കട്ട സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ദാദാബായി നവറോജിയായിരുന്നു ആ സമ്മേളനത്തിന് അധ്യക്ഷൻ. സ്വരാജ് എന്നതുകൊണ്ട് ദാദാബായി നവറോജി ബ്രിട്ടീഷ് ഭരണത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വയംഭരണമാണ് അർത്ഥമാക്കിയത്. പിന്നീട് പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് മാറുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പാർട്ടിയുടെ ആദ്യത്തെ പിളർപ്പ് നടന്നത്? അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1907-ലെ സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി ആദ്യമായി പിളർന്നത്. ഡോക്ടർ റാഷ് ബിഹാരി ഘോഷായിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെയും ലക്ഷ്യങ്ങളെയും ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പിളർപ്പിന് കാരണം. മിതവാദികൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള പരിഷ്കാരങ്ങളെ പിന്തുണച്ചപ്പോൾ തീവ്രവാദികൾ കൂടുതൽ സമൂലമായ മാറ്റങ്ങൾക്കു വേണ്ടി വാദിച്ചു. ജനഗണമന ആദ്യമായി ആലപിച്ചത് എപ്പോഴാണ്, എവിടെയാണ്, ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911-ലെ കൽക്കട്ട സമ്മേളനത്തിലാണ്. ബിഷൻ നാരായൺ ദാർ ആയിരുന്നു ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ. രബീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടു. ബംഗാളി ഭാഷയിലാണ് ഈ ഗാനം ആദ്യം എഴുതപ്പെട്ടത്. ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉടമ്പടി ഒപ്പുവെച്ചത്? അതിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉടമ്പടി, ലക്നൌ ഉടമ്പടി ഒപ്പുവെച്ചത് 1916-ലെ ലക്നൌ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അംബികാചരൺ മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. ഈ ഉടമ്പടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു, കാരണം ഇത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള താൽക്കാലിക ഐക്യത്തിന് വഴിയൊരുക്കി. ഇരു പാർട്ടികളും ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അവർ ഏത് സമ്മേളനത്തിനാണ് അധ്യക്ഷത വഹിച്ചത്? ആനി ബസന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. അവർ 1917-ലെ കൽക്കട്ട സമ്മേളനത്തിനാണ് അധ്യക്ഷത വഹിച്ചത്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവായിരുന്ന ആനി ബസന്റ് ഐറിഷ് വംശജയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരായിരുന്നു?
അബുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്. 1923 ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. മൗലാന അബുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക സമ്മേളനം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1924 ബെൽഗാം സമ്മേളനത്തിൽ മാത്രമാണ് അധ്യക്ഷത വഹിച്ചത്. ഈ സമ്മേളനത്തിൽ ഗാന്ധിജി കോൺഗ്രസ് അംഗങ്ങളോട് ഖാദി പ്രചരിപ്പിക്കാനും വർഗീയ ഐക്യം പ്രോത്സാഹിപ്പിക്കാനും അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാന സമ്മേളനമായിരുന്നു ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീമതി സരോജിനി നായിഡു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്. അവർ 1925 കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന സരോജിനി നായിഡു പ്രശസ്ത കവയിത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കുവേണ്ടിയും അവർ ശബ്ദമുയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രമേയം പാസാക്കിയത്? 1927 മദ്രാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ആദ്യ പ്രമേയം പാസാക്കിയത്. M.A. അൻസാരിയായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഈ പ്രമേയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവപ്പായിരുന്നു, കാരണം ഇത് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് വ്യക്തമാക്കുന്നതിലേക്ക് നയിച്ചു. പിന്നീട് 1929 ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? 1929 ലാഹോർ സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് തങ്ങളുടെ ലക്ഷ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 1929 ലാഹോർ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ഈ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീട് ഇതേ ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം ആദ്യമായി പാസാക്കിയത്? സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ അധ്യക്ഷതയിൽ നടന്ന 1931 കറാച്ചി സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു സുപ്രധാന പ്രമേയം പാസാക്കിയത്. 1931 കറാച്ചി സമ്മേളനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. മൗലികാവകാശങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും കുറിച്ചുള്ള ഈ പ്രമേയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഗാന്ധിജിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയത്. ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ഏതായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന 1937 ഫൈസ്പൂർ സമ്മേളനമാണ് ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം. ഗ്രാമീണ ജനതയുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും കോൺഗ്രസിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ സമ്മേളനം സഹായകമായി. ഈ നടപടി കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും ഗ്രാമീണ ഇന്ത്യയുമായി അടുപ്പിക്കുന്നതിനും സഹായിച്ചു. 1938 ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസാണ് 1938 ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ദേശീയ ആസൂത്രണം, നാഷണൽ പ്ലാനിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. 1939 ത്രിപുരി സമ്മേളനത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് ആരാണ്? 1939 ത്രിപുരി സമ്മേളനത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1939 ത്രിപുരി സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിയുമായി നയപരമായ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചു.
ഈ രാജി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. പലാവുവിന്റെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം എൻഗേറ്റുൽമുഡ്, കറൻസി $. പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് പലാവു. എൻഗേറ്റുൽമുഡാണ് ഇതിന്റെ തലസ്ഥാനം. $. ആണ് ഔദ്യോഗിക കറൻസി. സ്വാതന്ത്ര്യസമരകാലത്ത് മഹാരാഷ്ട്രയിൽ വിപ്ലവകരമായ മനോഭാവം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പത്രം ഏതായിരുന്നു? തിലകിന്റെ കേസരി എന്ന പത്രമാണ് മഹാരാഷ്ട്രയിൽ വിപ്ലവകരമായ മനോഭാവം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. ബാലഗംഗാധര തിലക് സ്ഥാപിച്ച കേസരി പത്രം മറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളിൽ ദേശസ്നേഹവും സ്വാതന്ത്ര്യബോധവും വളർത്തുന്നതിൽ ഈ പത്രം വലിയ സ്വാധീനം ചെലുത്തി. ദേശീയ ഉണർവിനുള്ള മാർഗമായി ഗണപതി ഉത്സവവും ശിവാജി ഉത്സവവും ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ് 1893 ഗണപതി ഉത്സവവും 1895 ശിവാജി ഉത്സവവും ദേശീയ ഉണർവിനായുള്ള മാർഗങ്ങളായി ആരംഭിച്ചത്. ഈ ഉത്സവങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും ദേശസ്നേഹം വളർത്തുന്നതിനും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണർത്തുന്നതിനും സഹായിച്ചു. ഇവ സാംസ്കാരിക ദേശീയതയുടെ പ്രധാന പ്രതീകങ്ങളായി മാറി. വാലന്റൈൻ ചിറോൾ ആരെയാണ് ഇന്ത്യൻ ശാന്തതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്? ബാലഗംഗാധര തിലകിനെയാണ് വാലന്റൈൻ ചിറോൾ ഇന്ത്യൻ ശാന്തതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ വാലന്റൈൻ ചിറോൾ തന്റെ ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന പുസ്തകത്തിലാണ് തിലകിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇത് തിലകിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും എടുത്തുകാണിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടത് ലോർഡ് ഡഫറിൻ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട സമയത്ത് 1885 ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്നു ലോർഡ് ഡഫറിൻ. ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യൻ ജനതയുടെ മുഴുവൻ പ്രാതിനിധ്യം കോൺഗ്രസിനില്ലെന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. പ്രശസ്ത നോവൽ ദുർഗേശനന്ദിനി രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ പ്രശസ്ത നോവൽ ദുർഗേശനന്ദിനി രചിച്ചത്. 1865 പ്രസിദ്ധീകരിച്ച ദുർഗേശനന്ദിനി ബംഗാളി സാഹിത്യത്തിലെ ആദ്യത്തെ ആധുനിക നോവലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യൻ സാഹിത്യത്തിലും ദേശീയബോധത്തിലും വലിയ സ്വാധീനം ചെലുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കാണാൻ ആഗ്രഹമുണ്ടെന്ന് പ്രകടിപ്പിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കാണാൻ ആഗ്രഹമുണ്ടെന്ന് പ്രകടിപ്പിച്ചു. കഴ്സൺ പ്രഭു 1899 മുതൽ 1905 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ പല നടപടികളും സ്വീകരിച്ചു. കോൺഗ്രസ് അതിന്റെ നാശത്തിലേക്ക് നീങ്ങുന്ന ഒരു ടോട്ടറിംഗ് സ്ഥാപനമാണ്. ഇന്ത്യയിലായിരിക്കുമ്പോൾ അതിന്റെ സമാധാനപരമായ അന്ത്യം കാണാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ വിഭജനം അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു നടന്നത്. സമ്പത്തിന്റെ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാബായി നവറോജി സമ്പത്തിന്റെ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. ദാദാബായി നവറോജി തന്റെ പോവർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ സിദ്ധാന്തം മുന്നോട്ടുവെച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നുപോകുന്നതിനെക്കുറിച്ചും അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇത് വിശദീകരിക്കുന്നു. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന സാമ്പത്തിക വിമർശനങ്ങളിൽ ഒന്നായിരുന്നു. ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? 1892 ലിബറൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ദാദാബായി നവറോജി ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജി 1892 ഫിൻസ്ബറി സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷ് പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഭരണപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും ബ്രിട്ടീഷ് പൊതുസമൂഹത്തിൽ അവബോധം വളർത്താൻ സഹായിച്ചു. 1897 പൂനെയിൽ വെച്ച് ബ്രിട്ടീഷ് പ്ലേഗ് ഓഫീസർമാരായ റാൻഡിനെയും ആംഹെർസ്റ്റിനെയും വധിച്ചത് ആരായിരുന്നു?
1897-ൽ പൂനെയിലെ ചാപേഗർ സഹോദരന്മാരായ ദാമോദറും ബാലകൃഷ്ണനെയും ബ്രിട്ടീഷ് പ്ലേഗ് ഓഫീസർമാരായ റാൻഡിനെയും ആംഹെർസ്റ്റിനെയും വധിച്ചു. പ്ലേഗ് നിയന്ത്രിക്കാനെന്ന പേരിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായ സിസ്റ്റർ റാൻഡും ലഫ്റ്റനന്റ് ആംഹെർസ്റ്റും പൂനെയിൽ നടത്തിയ പീഡനങ്ങളിലും അക്രമങ്ങളിലും പ്രകോപിതരായാണ് ചാപേഗർ സഹോദരന്മാർ ഈ കൊലപാതകം നടത്തിയത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യകാല സായുധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ശാന്തിനികേതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷമാണ്? രവീന്ദ്രനാഥ ടാഗോർ 1901-ൽ ശാന്തിനികേതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ഒരു പരീക്ഷണാത്മക വിദ്യാലയമാണ് ശാന്തിനികേതൻ. പിന്നീട് 1921-ൽ ഇത് വിശ്വഭാരതി സർവകലാശാലയായി മാറി. ഇന്ത്യൻ സംസ്കാരത്തെയും ആധുനിക പാശ്ചാത്യ ചിന്തകളെയും സമന്വയിപ്പിച്ച് പ്രകൃതിയോടിണങ്ങിയ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ടാഗോറിന്റെ ദർശനം. ബംഗാളിൽ ആദ്യത്തെ അനുശീലൻ സമിതി എവിടെ, എപ്പോൾ സ്ഥാപിച്ചു? അതിന്റെ പ്രധാന സ്ഥാപകർ ആരെല്ലാമായിരുന്നു? ആദ്യത്തെ വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതി 1902-ൽ ബംഗാളിൽ സ്ഥാപിച്ചു. ജ്ഞാനേന്ദ്രനാഥ് ബസു, മിഡ്നാപൂർ, പ്രമത്നാഥ് മിത്ര, കൊൽക്കത്ത, ജതീന്ദ്രനാഥ് ബാനർജി, ബരീന്ദ്രനാഥ് ഘോഷ് എന്നിവരായിരുന്നു പ്രധാന സ്ഥാപകർ. ബംഗാളിലെ ആദ്യകാല വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു അനുശീലൻ സമിതി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ പോരാട്ടത്തിന് യുവാക്കളെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കൊൽക്കത്തയിലും മിഡ്നാപൂരിലുമായി ഇത് രൂപം കൊണ്ടു. ധാക്ക അനുശീലൻ സമിതി സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷമാണ്? പുലിൻ ബിഹാരി ദാസ് 1906-ൽ ധാക്ക അനുശീലൻ സമിതി സ്ഥാപിച്ചു. ബംഗാൾ വിഭജനത്തിനുശേഷം കിഴക്കൻ ബംഗാളിലെ ധാക്ക കേന്ദ്രീകരിച്ച് പുലിൻ ബിഹാരി ദാസ് രൂപീകരിച്ച വിപ്ലവ സംഘടനയായിരുന്നു ധാക്ക അനുശീലൻ സമിതി. ഇത് അനുശീലൻ സമിതിയുടെ ഒരു ശാഖയായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെ സായുധ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഈ സംഘടന സജീവമായിരുന്നു. ഭവാനി മന്ദിർ എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? അരബിന്ദോ ഘോഷ് ഭവാനി മന്ദിർ എന്ന ലഘുലേഖ എഴുതി. ഭവാനി മന്ദിർ എന്ന ലഘുലേഖ 1905-ൽ അരബിന്ദോ ഘോഷ് എഴുതിയതാണ്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് മതപരമായ പരിവേഷം നൽകാനും യുവാക്കളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനും ഇത് ലക്ഷ്യമിട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സായുധ പോരാട്ടത്തിനുള്ള ഒരു ബ്ലൂപ്രിന്റായി ഇതിനെ കണക്കാക്കാം. അഭിനവ് ഭാരത് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷവും പ്രദേശത്തുമാണ്? വിനായക് ദാമോദർ സാവർക്കറും ഗണേഷ് ദാമോദർ സാവർക്കറും ചേർന്ന് 1904-ൽ മഹാരാഷ്ട്രയിൽ അഭിനവ് ഭാരത് സമാജ് സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വി.ഡി. സാവർക്കറും സഹോദരനും ചേർന്ന് സ്ഥാപിച്ച രഹസ്യ വിപ്ലവ സംഘടനയായിരുന്നു അഭിനവ് ഭാരത് സമാജ്. 1899-ൽ നാസിക്കിൽ സ്ഥാപിച്ച മിത്രമേള എന്ന സംഘടനയുടെ തുടർച്ചയായാണ് ഇത് രൂപപ്പെട്ടത്. ലണ്ടനിൽ ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷമാണ്? ശ്യാംജി കൃഷ്ണവർമ്മ 1905-ൽ ലണ്ടനിൽ ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചു. ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ദേശീയവാദികളെയും സംഘടിപ്പിച്ച് ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യ ഹൌസ് ഈ സംഘടനയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചു. ഈ സംഘടന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പേരിൽ ഒരു മാസികയും പ്രസിദ്ധീകരിച്ചു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതാര്? ഏതു വർഷം? 1905 ജൂലൈയിൽ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു 1905 ജൂലൈയിൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. ഭരണപരമായ സൗകര്യം എന്ന പേരിൽ ഈ വിഭജനം നടപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ഇത് ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. ബംഗാൾ വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനത്തിനുള്ള ആഹ്വാനം ആദ്യമായി നൽകിയത് എവിടെ എന്ന്? 1905 ഓഗസ്റ്റ് 7-ന് കൽക്കട്ടയിലെ ടൗൺ ഹാളിലാണ് ബംഗാൾ വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനത്തിനുള്ള ആഹ്വാനം ആദ്യമായി നൽകിയത്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി 1905 ഓഗസ്റ്റ് 7-ന് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ വെച്ചാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ ആഹ്വാനം ചെയ്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന് ഈ ദിവസം എങ്ങനെയാണ് ആചരിച്ചത്? ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു. ഈ ദിവസം ഒരു ദേശീയ ദുഃഖാചരണ ദിനമായി ആചരിച്ചു. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വന്നു. ഈ വിഭജനത്തെ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യമെമ്പാടും ഈ ദിവസം ദേശീയ ദുഃഖാചരണ ദിനമായി ആചരിക്കപ്പെട്ടു. ബഹിഷ്കരണ സമരങ്ങൾ, റാലികൾ, പൊതുയോഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതികരിച്ചു. സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി ഏതു പത്രത്തിൽ ആരുടെ പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? 1905 കൃഷ്ണകുമാർ മിത്രയുടെ സഞ്ജീവിനി എന്ന പത്രത്തിലാണ് സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി ജനങ്ങളിലേക്ക് എത്തിയത് കൃഷ്ണകുമാർ മിത്രയുടെ സഞ്ജീവിനി എന്ന ബംഗാളി പത്രത്തിലൂടെയാണ്. 1905 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ആശയത്തിന്റെ കാതൽ. 1906 യുഗാന്തർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? 1906 ബാരീന്ദ്രനാഥ് ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്നാണ് യുഗാന്തർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. 1906 ബാരീന്ദ്രനാഥ് ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്ന് പ്രസിദ്ധീകരിച്ച യുഗാന്തർ പത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ പത്രം ബംഗാളിലെ വിപ്ലവകാരികൾക്ക് പ്രചോദനം നൽകുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും പിരിഞ്ഞത് ഏതു വർഷം, ഏത് സമ്മേളനത്തിൽ വെച്ച്? 1907 സൂറത്ത് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും പിരിഞ്ഞത്. 1907 സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും മോഡറേറ്റ്സ് തീവ്രവാദികളെന്നും എക്സ്ട്രീമിസ്റ്റ്സ് രണ്ടായി പിരിഞ്ഞു. ലക്ഷ്യങ്ങളെയും അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു ഈ പിളർപ്പിന് പ്രധാന കാരണം. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു തീവ്രവാദികളുടെ പ്രധാന നേതാക്കൾ. ആന്ധ്രാപ്രദേശിൽ സ്വദേശി പ്രസ്ഥാനം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആന്ധ്രാപ്രദേശിൽ സ്വദേശി പ്രസ്ഥാനം വന്ദേമാതരം പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ ഈ പ്രസ്ഥാനം വന്ദേമാതരം പ്രസ്ഥാനം എന്ന പേരിലാണ് പ്രചരിച്ചത്. ഈ പ്രസ്ഥാനം ദേശീയബോധം വളർത്തുന്നതിനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനും ഊന്നൽ നൽകി. അമർ ഷോണാർ ബംഗ്ല എഴുതിയത് ആര്? ഇന്നത്തെ അതിന്റെ പ്രാധാന്യമെന്ത്? സ്വദേശി പ്രസ്ഥാനകാലത്ത് രബീന്ദ്രനാഥ ടാഗോറാണ് അമർ ഷോണാർ ബംഗ്ല എഴുതിയത്. 1971 ഇത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറി. രബീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനകാലത്ത് എഴുതിയ ദേശഭക്തിഗാനമാണ് അമർ ഷോണാർ ബംഗ്ല. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരങ്ങളെ ഇത് പ്രതിഫലിപ്പിച്ചു. പിന്നീട് 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ ഗാനം അവരുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടു. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആര്? രബീന്ദ്രനാഥ ടാഗോറാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. പ്രശസ്ത കവിയും നോബൽ സമ്മാന ജേതാവുമായ രബീന്ദ്രനാഥ ടാഗോർ 1921 സ്ഥാപിച്ച ഒരു കേന്ദ്ര സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. പശ്ചിമബംഗാളിലെ ശാന്തിനികേതനിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം പരമ്പരാഗത ഇന്ത്യൻ വിദ്യാഭ്യാസം, ആധുനിക പാശ്ചാത്യ അറിവ്, കല, സംസ്കാരം എന്നിവയുടെ സംയോജനത്തിന് ഊന്നൽ നൽകുന്നു. അനുശീലൻ സമിതിയിലെ ഏതു വിപ്ലവകാരിയാണ് ബോംബ് നിർമ്മാണ വിദ്യ പഠിക്കാൻ റഷ്യയിലേക്ക് പോയത്? അനുശീലൻ സമിതിയിലെ വിപ്ലവകാരിയായ ഹേമചന്ദ്രയാണ് ബോംബ് നിർമ്മാണ വിദ്യ പഠിക്കാൻ റഷ്യൻ വിപ്ലവകാരികളിൽ നിന്ന് റഷ്യയിലേക്ക് പോയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന വിപ്ലവ സംഘടനയായിരുന്നു അനുശീലൻ സമിതി. ഈ സമിതിയിലെ അംഗമായിരുന്ന ഹേമചന്ദ്ര ദാസ് കനുൻഗോ ബോംബ് നിർമ്മാണ വിദ്യകൾ പഠിക്കുന്നതിനായി 1906 റഷ്യയിലേക്ക് യാത്ര ചെയ്തു. സായുധ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ വിപ്ലവകാരികൾ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എവിടെയാണ് സ്ഥാപിച്ചത്? സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1906 ഡിസംബറിൽ ധാക്ക സമ്മേളനത്തിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്.
ധാക്കയിലെ നവാബ് സലീമുള്ള ഖാനായിരുന്നു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് 1906 ഡിസംബറിൽ ധാക്കയിൽ രൂപീകരിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ധാക്കയിലെ നവാബ് സലീമുള്ള ഖാൻ ആയിരുന്നു സ്ഥാപക അധ്യക്ഷൻ. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആദ്യ ഭരണഘടന എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? 1907 കറാച്ചിയിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന രൂപീകരിച്ചത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആദ്യ ഭരണഘടന 1907 കറാച്ചിയിൽ വെച്ച് തയ്യാറാക്കി. ഇത് സംഘടനയുടെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുന്നതിൽ നിർണായകമായിരുന്നു. ഈ ഭരണഘടന ലീഗിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു അടിസ്ഥാനരേഖയായി വർത്തിച്ചു. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭരണഘടന പ്രകാരമുള്ള ആദ്യ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ആരെയാണ് അതിന്റെ പ്രസിഡന്റായി നിയമിച്ചത്? 1908 അമൃത്സറിൽ വെച്ചാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭരണഘടന പ്രകാരമുള്ള ആദ്യ സമ്മേളനം നടന്നത്. ആഗാ ഖാനെയാണ് ഇതിന്റെ പ്രസിഡന്റായി നിയമിച്ചത്. 1908 അമൃത്സറിൽ നടന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭരണഘടനാപരമായ ആദ്യ സമ്മേളനത്തിൽ ആഗാ ഖാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഈ സമ്മേളനം ലീഗിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഔദ്യോഗികമായ ഒരു ദിശാബോധം നൽകുകയും സംഘടനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ടോങ്കയുടെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം നുഗ്വലോഫ, കറൻസി ടോങ്കൻ പാൻഗ. പസഫിക് സമുദ്രത്തിലെ ഒരു പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക. നുഗ്വലോഫയാണ് ഇതിന്റെ തലസ്ഥാനം. ടോങ്കൻ പാൻഗയാണ് ഇവിടുത്തെ ഔദ്യോഗിക കറൻസി. വാനുവാട്ടുവിന്റെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം പോർട്ട് വില, കറൻസി വാനുവാട്ടു. വാനുവാട്ടു പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ്. പോർട്ട് വിലായാണ് ഇതിന്റെ തലസ്ഥാനം. വാനുവാട്ടു ആണ് രാജ്യത്തെ ഔദ്യോഗിക കറൻസി. പപ്പുവ ന്യൂ ഗിനിയയുടെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം പോർട്ട് മോറസ്ബി, കറൻസി പപ്പുവ ന്യൂ ഗിനിയൻ കിന. ഓഷ്യാനിയയിലെ ഒരു പ്രധാന രാജ്യമാണ് പപ്പുവ ന്യൂ ഗിനിയ. പോർട്ട് മോറസ്ബി ഇതിന്റെ തലസ്ഥാനമാണ്. രാജ്യത്ത് ഉപയോഗിക്കുന്ന കറൻസിയാണ് പപ്പുവ ന്യൂ ഗിനിയൻ കിന. സമോവയുടെ തലസ്ഥാനവും കറൻസിയും എന്താണ്? തലസ്ഥാനം അപ്പിയ, കറൻസി സമോവൻ താല. തെക്കൻ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് സമോവ. അപ്പിയയാണ് ഇതിന്റെ തലസ്ഥാനം. സമോവൻ താലയാണ് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസി. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 7 ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്പിന്റെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനം. യൂറോപ്പ് ലോകത്തിലെ 6 വലിയ ഭൂഖണ്ഡങ്ങളിൽ വിസ്തീർണത്തിൽ 6ാമതാണ്. എന്നിരുന്നാലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇത് 3ാം സ്ഥാനത്താണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ ഏകദേശ മൊത്തം വിസ്തീർണം എത്രയാണ്? ഏകദേശം 99,48,000 ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ ലോകത്തിന്റെ വിസ്തീർണത്തിന്റെ 6.68%. യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെ ഏകദേശ വിസ്തീർണം 9.95 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് ലോകത്തിന്റെ കരഭാഗത്തിന്റെ ഏകദേശം 6.8% വരും. ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ പരമ്പരാഗതമായി വേർതിരിക്കുന്ന പർവ്വതനിരകൾ ഏവയാണ്? കോക്കസസ്, യുറൽ പർവ്വതനിരകൾ. യുറൽ പർവ്വതനിരകൾ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ഒരു പ്രധാന സ്വാഭാവിക അതിർത്തിയായി കണക്കാക്കപ്പെടുന്നു. കോക്കസസ് പർവ്വതനിരകളും ഈ വേർതിരിവിൽ ഒരു പങ്ക് വഹിക്കുന്നു. യൂറോപ്പിനെ ചുറ്റിയുള്ള പ്രധാന ജലാശയങ്ങൾ ഏവയാണ്? തെക്ക് മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും, വടക്ക് ആർട്ടിക് കടൽ, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയാണ്. യൂറോപ്പിന്റെ തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ ഈ ജലാശയങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. മെഡിറ്ററേനിയൻ കടൽ, കരിങ്കടൽ, ആർട്ടിക് കടൽ, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവ യൂറോപ്പിന് വ്യാപാരത്തിനും കാലാവസ്ഥയ്ക്കും തന്ത്രപരമായ പ്രാധാന്യത്തിനും സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട ഭൂഖണ്ഡമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? യൂറോപ്പ്. യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും നഗരപ്രദേശങ്ങളിൽ വസിക്കുന്നു. ഇത് ഉയർന്ന സാമ്പത്തിക വികസനത്തെയും വ്യാവസായിക വളർച്ചയെയും സൂചിപ്പിക്കുന്നു. 1ാം ലോകമഹായുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? 1914 ഓഗസ്റ്റ്.
1914 ഓഗസ്റ്റിൽ ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം യൂറോപ്പിനെയും ലോകത്തെയും വലിയ തോതിൽ സ്വാധീനിച്ചു. ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ടതാണ് ഇതിന് പെട്ടെന്നുള്ള കാരണമായത്. ഇത് ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എപ്പോഴാണ്? 1915 1915 ജനുവരി 9-നാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. ഈ ദിവസം പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു. ഗാന്ധിയുടെ മടങ്ങിവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. 1915-ൽ അന്തരിച്ച പ്രമുഖരായ ഇന്ത്യൻ നേതാക്കൾ ആരൊക്കെയാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെയും ഫിറോസ് ഷാ മേത്തയും. 1915-ൽ മിതവാദി നേതാക്കളായ ഗോപാൽ കൃഷ്ണ ഗോഖലെയും ഫിറോസ് ഷാ മേത്തയും അന്തരിച്ചു. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി പക്ഷത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് എപ്പോഴാണ്? 1915 1915-ൽ മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിലാണ് ഹിന്ദു മഹാസഭ സ്ഥാപിക്കപ്പെട്ടത്. ഹിന്ദു താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലതുപക്ഷ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇത് പ്രധാനമാണ്. 1916-ൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകും ആനി ബസന്റും. 1916-ൽ ബാലഗംഗാധര തിലകും ആനി ബസന്റും ഹോം റൂൾ ലീഗുകൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിച്ചത്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇത് ഊർജ്ജം പകർന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1916 1916-ൽ മദൻ മോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സർവകലാശാലകളിലൊന്നാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1917 1917-ൽ ബീഹാറിലെ ചമ്പാരനിൽ നടന്ന സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന സത്യാഗ്രഹമായിരുന്നു. നീലം കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഈ വിജയം ഗാന്ധിജിയുടെ നേതൃത്വത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുത്തു. റൗലറ്റ് ആക്ട് നിയമമാക്കിയത് എപ്പോഴാണ്? 1919 ഏപ്രിൽ 1919 ഏപ്രിലിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് നിയമമാക്കി. വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വെക്കാൻ ഇത് സർക്കാരിന് അധികാരം നൽകി. ഈ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരികയും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ എറ്റക് ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ എറ്റക് ആദ്യ സമ്മേളനം 1920-ൽ മുംബൈയിൽ വെച്ച് ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ലോർഡ് ചെംസ്ഫോർഡിന്റെ വൈസ്രോയി ഭരണകാലത്ത് നടന്ന പ്രധാന പ്രക്ഷോഭം ഏതായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം. ലോർഡ് ചെംസ്ഫോർഡിന്റെ ഭരണകാലം 1916 മുതൽ 1921 വരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം തുർക്കിയിലെ ഖലീഫയുടെ അധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭമായിരുന്നു ഇത്. മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1920 ഓഗസ്റ്റ് 1 1920 ഓഗസ്റ്റ് 1-ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് ആക്ട്, ഖിലാഫത്ത് പ്രശ്നം എന്നിവയോടുള്ള പ്രതികരണമായിട്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഈ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചത്. ബീഹാറിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ആരായിരുന്നു? സർ എസ് പി സിൻഹ. സർ സത്യേന്ദ്ര പ്രസാദോ സിൻഹയാണ് ബീഹാർ, ഒറീസ പ്രവിശ്യകളുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ. ഇദ്ദേഹം 1920 മുതൽ 1921 വരെ ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. കൂടാതെ ബ്രിട്ടീഷ് കാബിനറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്?
1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ ഡയർ സമാധാനപരമായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണ നിയമം പാസാക്കിയത് എന്ന് 1919 1919 പാസാക്കിയ മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നും അറിയപ്പെടുന്നു. ഈ നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും പ്രവിശ്യകളിൽ ദ്വിഭരണം ഡ്യാച്ചി നടപ്പിലാക്കുകയും ചെയ്തു. ലോർഡ് ചെംസ്ഫോർഡിന്റെ ഭരണകാലത്ത് നടന്ന യുദ്ധം ഏതായിരുന്നു? മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം. ലോർഡ് ചെംസ്ഫോർഡിന്റെ വൈസ്രോയി ഭരണകാലത്താണ് 1916 മുതൽ 1921 വരെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നത്. 1919 നടന്ന ഈ യുദ്ധം ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലായിരുന്നു. കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന റാവൽപിണ്ടി ഉടമ്പടിയിൽ കലാശിച്ചു. ലോർഡ് റീഡിംഗിന്റെ ഭരണകാലത്ത് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചത് എന്ന് 1921 നവംബർ. ലോർഡ് റീഡിംഗിന്റെ വൈസ്രോയി ഭരണകാലത്താണ് 1921 മുതൽ 1926 വരെ വെയിൽസ് രാജകുമാരൻ, ഭാവിയിലെ എഡ്വാർഡ് എട്ടാമൻ 1921 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം ഇന്ത്യയിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മാപ്പിള ലഹള നടന്നത് എവിടെയാണ്? മലബാർ തീരം, കേരളം. മാപ്പിള ലഹള അഥവാ മലബാർ കലാപം 1921 കേരളത്തിലെ മലബാർ തീരത്താണ് നടന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനും എതിരായ ഒരു കാർഷിക കലാപമായിരുന്നു. പിന്നീട് ഇത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു കൂടുതൽ ശക്തമായി. 1920 വിദേശത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ആര്, എവിടെ വെച്ച്? എം.എൻ. റോയ്, താഷ്കെന്റ്. 1920 താഷ്കെന്റിൽ വെച്ച് എം.എൻ. റോയ്, അബനി മുഖർജി, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖ് സിദ്ദിഖി എന്നിവർ ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിദേശത്തുള്ള ആദ്യകാല രൂപീകരണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചൗരി ചൗര സംഭവം നടന്നത് എന്ന് 1922 ഫെബ്രുവരി 4. 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ വെച്ച് നടന്ന ചൗരി ചൗര സംഭവത്തിൽ പ്രകോപിതരായ ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. ഈ സംഭവത്തിൽ നിരവധി പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്ന് 1922 ഫെബ്രുവരി 12. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് അക്രമങ്ങൾ വർദ്ധിച്ചതിനാൽ മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം 1922 ഫെബ്രുവരി 12 ഔദ്യോഗികമായി പിൻവലിച്ചു. അഹിംസ എന്ന തത്വത്തിൽ അടിയുറച്ച പ്രസ്ഥാനം അക്രമാസക്തമായതിനാലാണ് ഈ തീരുമാനമെടുത്തത്. കാക്കോരി ട്രെയിൻ ഗൂഢാലോചന നടന്നത് എന്ന് 1925 ഓഗസ്റ്റ് 9. 1925 ഓഗസ്റ്റ് 9 നടന്ന കാക്കോരി ട്രെയിൻ ഗൂഢാലോചന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA അംഗങ്ങളായ രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ തുടങ്ങിയവർ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് പണം കൊള്ളയടിച്ച സംഭവമാണ്. സായുധ വിപ്ലവത്തിന് ധനസഹായം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ, എപ്പോൾ രൂപീകരിച്ചു? കാൺപൂർ, 1924. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു 1924 കാൺപൂരിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. ഈ സമ്മേളനത്തിൽ സത്യബത്തയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്നു. സൈമൺ കമ്മീഷനെ നിയമിച്ചത് എന്ന് 1927. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പ്രവർത്തനവും ഇന്ത്യയുടെ ഭരണഘടനാപരമായ പുരോഗതിയും വിലയിരുത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ 1927 സൈമൺ കമ്മീഷനെ നിയമിച്ചു. സർ ജോൺ സൈമൺ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. വ്യാപകമായ എതിർപ്പുകൾക്കിടയിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന് 1928.
1928-ൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരനും ഇല്ലാത്തതിനാലാണ് സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളോടെ ഇന്ത്യക്കാർ ഇതിനെ എതിർത്തത്. 1929-ൽ ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞത് ആരെല്ലാം? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. പൊതുസുരക്ഷാ ബില്ലിനും വ്യാപാര തർക്ക ബില്ലിനുമെതിരെ പ്രതിഷേധിക്കാൻ 1929 ഏപ്രിൽ 8-ന് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞു. ബധിരരെ കേൾപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എപ്പോൾ, എവിടെ വെച്ച്? 1929 ഡിസംബർ 31-ന് ലാഹോർ സമ്മേളനത്തിൽ. 1929 ഡിസംബർ 31-ന് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് നടന്നത് എന്ന്? 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 5 വരെ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ഏപ്രിൽ 5-ന് ദണ്ഡിയിൽ അവസാനിച്ചു. ഉപ്പിന്മേലുള്ള ബ്രിട്ടീഷ് നികുതിക്കെതിരെ നടന്ന ഈ സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടന്നത് എന്ന്? 1930 നവംബർ. 1930 നവംബറിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനം ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഭാവി ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ പങ്കെടുത്തില്ല. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്? 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5-ന് മഹാത്മാഗാന്ധിയും വൈസ്രോയി ലോർഡ് ഇർവിനും തമ്മിൽ ഒപ്പുവെച്ച ഒരു രാഷ്ട്രീയ ഉടമ്പടിയാണ്. ഇത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തത്തിനും വഴിയൊരുക്കി. ലോർഡ് ഇർവിന്റെ ഭരണകാലത്ത് നടന്ന പ്രധാനപ്പെട്ട വിചാരണ ഏതാണ്? മീററ്റ് ഗൂഢാലോചന കേസ്. മീററ്റ് ഗൂഢാലോചന കേസ് 1929-ൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന ഒരു വിവാദപരമായ വിചാരണയായിരുന്നു. നിരവധി ട്രേഡ് യൂണിയൻ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് ഇതിൽ പ്രതികളാക്കി. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രതിനിധിയായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന്? 1931 സെപ്റ്റംബർ 7 മുതൽ ഡിസംബർ 1 വരെ. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 7 മുതൽ ഡിസംബർ 1 വരെ ലണ്ടനിൽ നടന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി ഇതിൽ പങ്കെടുത്തു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന്? 1932 ഓഗസ്റ്റ് 16. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് 1932 ഓഗസ്റ്റ് 16-ന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകം തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ അനുവദിച്ചു. ഇത് ഇന്ത്യൻ സമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. മഹാത്മാഗാന്ധിയും ബി.ആർ. അംബേദ്കറും തമ്മിലുള്ള പൂന ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന്? 1932 സെപ്റ്റംബർ 24. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരത്തെ തുടർന്നാണ് 1932 സെപ്റ്റംബർ 24-ന് പൂന ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി ദളിതർക്ക് സംയുക്ത തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ സംവരണ സീറ്റുകൾ ഉറപ്പുവരുത്തി. ലോർഡ് വെല്ലിംഗണിന്റെ വൈസ്രോയി കാലഘട്ടത്തിൽ ഗാന്ധിജി പുനരാരംഭിച്ച പ്രധാന പ്രസ്ഥാനം ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ പരാജയത്തെ തുടർന്ന് 1932 ജനുവരിയിൽ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. ഇത് ലോർഡ് വെല്ലിംഗണിന്റെ വൈസ്രോയി കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മൂന്നാം വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് എന്ന്? 1932 നവംബർ 17 മുതൽ 1932 ഡിസംബർ 24 വരെ. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ ലണ്ടനിൽ നടന്നു.
ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കാളിയായിരുന്നില്ല. കൂടാതെ ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വലിയ സംഭാവനകൾ നൽകിയില്ല. കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് എന്ന് 1934 ഏപ്രിൽ 1934 ഏപ്രിലിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചു. ഗാന്ധിജി പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയത് എന്ന് 1935 ഓഗസ്റ്റ് 1935 ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഇത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ വികസനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. കൂടാതെ ഫെഡറൽ ഘടനയും പ്രവിശ്യാ സ്വയംഭരണവും അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവിശ്യാ തിരഞ്ഞെടുപ്പുകൾ ഏത് വൈസ്രോയിയുടെ കീഴിലാണ് നടന്നത്? ഇത് കോൺഗ്രസ് നിരവധി പ്രവിശ്യകളിൽ സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. ലോർഡ് ലിൻലിത്ഗോ ലോർഡ് ലിൻലിത്ഗോയുടെ വൈസ്രോയി കാലഘട്ടത്തിലാണ് 1936 മുതൽ 1943 വരെ 1937 ഇന്ത്യയിലെ ആദ്യത്തെ പ്രവിശ്യാ തിരഞ്ഞെടുപ്പുകൾ നടന്നത്. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മികച്ച വിജയം നേടുകയും 8 പ്രവിശ്യകളിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ എതിർപ്പിനെ അവഗണിച്ച് ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും പ്രസിഡന്റായത്. ഗാന്ധിജിയുടെ എതിർപ്പുണ്ടായിരുന്നിട്ടും ബോസിന്റെ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുകയും ചെയ്തു. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന രൂപീകരിച്ചത്. വൈസ്രോയിയുടെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്ന് 1940 ഓഗസ്റ്റ് 8. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ചതാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്കാർക്ക് ഡൊമിനിയൻ പദവി, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരണം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യൻ ദേശീയവാദികൾ ഇത് തള്ളി. വ്യക്തിഗത സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് 1940 ഒക്ടോബർ 17. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയ ബ്രിട്ടീഷ് തീരുമാനത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളിൽ ഇന്ത്യക്കാർ സഹകരിക്കില്ലെന്ന് സമാധാനപരമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആചാര്യ വിനോബ ഭാവെയായിരുന്നു ആദ്യത്തെ സത്യാഗ്രഹി. ലിൻലിത്ഗോ പ്രഭുവിന്റെ വൈസ്രോയി കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രധാന പ്രസ്ഥാനം ഏത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ലിൻലിത്ഗോ പ്രഭുവിന്റെ കാലത്താണ് നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തമായ സമരങ്ങളിൽ ഒന്നായി ഇത് മാറി. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഏത് സമ്മേളനത്തിലാണ് ഭിന്നിപ്പിച്ച് പുറത്തുപോകുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ചത്? കറാച്ചി സമ്മേളനം. 1943 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് ഭിന്നിപ്പിച്ച് പുറത്തുപോകുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചത്. ഇത് പാകിസ്ഥാൻ എന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാനും അതേസമയം ഇന്ത്യയെ വിഭജിക്കാനും ആവശ്യപ്പെടുന്ന ഒരു നയമായിരുന്നു. യൂറോപ്പിന്റെ ഭാഗമായി സാധാരണയായി എത്ര രാജ്യങ്ങളെയാണ് കണക്കാക്കുന്നത്? സംഖ്യകളിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്? സാധാരണയായി 49 രാജ്യങ്ങളെയാണ് യൂറോപ്പിന്റെ ഭാഗമായി കണക്കാക്കുന്നത്. ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന അസർബൈജാൻ, റഷ്യ പോലുള്ള രാജ്യങ്ങളെ ഒഴിവാക്കിയാൽ പരമ്പരാഗതമായി 44 രാജ്യങ്ങളുണ്ട്. യൂറോപ്പിലെ രാജ്യങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുന്നതിൽ പലപ്പോഴും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾ സ്വാധീനം ചെലുത്താറുണ്ട്. യൂറേഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും സംഖ്യകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു.
സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ലാളിത്യം, സത്യസന്ധത, സമാധാനപരമായ നയങ്ങൾ എന്നിവ ഈ വിശേഷണത്തിന് കാരണമായി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം അദ്ദേഹത്തിന്റേതാണ്. ഇന്ത്യയുടെ രത്നം എന്ന് അറിയപ്പെടുന്നത് ആര്? ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദി നേതാക്കളിൽ പ്രമുഖനായിരുന്ന ഗോപാൽ കൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവും സർവന്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം. ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുരോഗതിക്കായി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു.